അലൈക്കും വറഹ്മത്തുള്ളാ. ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ രണ്ടാം പാർട്ടിൻ്റെ 5-ാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നേരത്തെ കഴിഞ്ഞതായ പാഠത്തിൽ പഠിച്ച ഓരോ അക്ഷരങ്ങളും കൃത്യമായി നമ്മൾ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കുകയും ആവർത്തിച്ച് അക്ഷരങ്ങൾ എഴുതി ശീലിക്കുകയും ചെയ്യേണ്ടതാണ്. ഇവിടെ കാണിക്കുന്നതായ ലെറ്റർ, ഇത് ലെറ്ററിനേക്കുള്ളതായ കവറാണ്. പഴയ കാലത്ത് ഗൾഫ് നാടുകളിലുള്ളതായ ആളുകളൊക്കെയും നമ്മളെ നാട്ടിലേക്ക് ഫോൺ വിളിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള വിഷയങ്ങൾ ഇതുപോലത്തതായ കവറിൻ്റെ അകത്ത് വേറെ പേപ്പറുകളിൽ എഴുതി നാട്ടിലേക്ക് അയച്ചു തരികയാണ് ചെയ്തിരുന്നത്. അപ്പം ഇതിനൊക്കെ ഈ ലെറ്റർ ഇടുന്നതായ കവറിനൊക്കെ പറയുന്ന പേരാണ് ലർഫ് എന്നുള്ളത്. എന്ത് പറയും? ലർഫ്. ഇവിടെ ആദ്യം തുടക്കത്തിലുള്ളതായ അക്ഷരമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നേരത്തെ ത്വായ് എന്നുള്ള അക്ഷരം പഠിച്ചു. അതേ ത്വായിനെ നമ്മൾ എഴുതുകയും വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു പുള്ളിയിട്ട് അതിനെ വായിക്കുന്ന അക്ഷര രീതിയാണ് ള എന്നുള്ളത്. ള റ് ഫ്, ലർഫ്. ള റ് ഫ്, ലർഫ്. നേരെ താഴെ ഭാഗത്ത് നമ്മൾക്ക് നോക്കാം. ള ബ് യുൻ. ഈ ബാ എഴുതി കണ്ടില്ലേ? ജോയിൻ്റ് അക്ഷരങ്ങളിൽ പല രൂപങ്ങളിലായിട്ട് ബാ വരും. ഇത് ബാ ആണ്. ള ബ് യുൻ, ലബിയുൻ. ള ഹ് റുൻ, ലഹ്റുൻ. ലി ബാ ഉൻ, ലിബാഉൻ. ഹ ല് റൻ, ഹൽറൻ. ല ഹ് ലൻ, ലഹ്ലൻ. ല ഹ് ലുൻ, ലഹ്ലുൻ. ല ഹ് ലിൻ, ലഹ്ലിൻ. ഇവിടെ ചുവന്ന അക്ഷരം മാത്രം നോക്കാം. ല, ലു, ലി, ല്. ഇവിടെ ലൻ, ലുൻ, ലിൻ. ല, ലു, ലി, ലുൻ, ത, ല്, തൽ. ലായ്, 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 ലായ്. ഓക്കെ അല്ലേ? ഇത്രയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. ഇത് നമ്മൾ ആവർത്തിച്ച് കൂടുതൽ വായിക്കണം. ഇതിൻ്റെ നെക്സ്റ്റ് പേജിൽ നോക്കാം. നഖ്റൽ, വായിക്കുക. ല, ലു, ലി, ഹ, ല്, ഹൽ, ഹൽ. ല, ലു, ലി, ഹൽ. ഓക്കെ അല്ലേ? നക്തുബുൽ അസ്മാ അൽ മുനാസിബത തഹ്ത സൂറ. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ. ഈ ചിത്രത്തിൽ ഇതിൻ്റെ പേരെന്താണ് താഴെ എഴുതണം. ഇതിൻ്റെ പേരെന്താണ്? ഇതിൻ്റെ പേരെന്താ? ഇതിൻ്റെ പേരെന്താ? ഇതിനൊക്കെയുള്ള ഓരോ പേരുകൾ നമ്മൾ ഇതെല്ലാം നേരത്തെ കഴിഞ്ഞതായ പാഠങ്ങളാണ്. ആ പാഠത്തിൻ്റെ പേരുകൾ നോക്കി ഇതിപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ലർഫ്, ഇതിൻ്റെ നേരെ താഴെ ലർഫ് എന്ന് എഴുതാം. ഇതിൻ്റെ പേരെന്താണ്? ഇവിടെ എഴുതണം. ഇതിൻ്റെ പേരോ ഇവിടെ എഴുതണം. ഇതിൻ്റെ പേരോ ഇവിടെ എഴുതണം. ഓക്കെ അല്ലേ? നക്തുബ്, എഴുതുക. ല, ലു, ലി, ലുൻ, ഹൽ. ഇതേ രീതിയിൽ നല്ല ഭംഗിയായി വൃത്തിയായി താഴെ കൊടുത്തിരിക്കുന്ന ലൈനിൽ എഴുതി പൂർത്തീകരിക്കേണ്ടതാണ്. നക്തശിഫു ല മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്ന് ല എന്നുള്ള അക്ഷരം ഏതൊക്കെയാണെന്ന് നമുക്ക് വേർതിരിക്കാം. ഫീ ളുലലിൻ മിനൽ ഗമാമി എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ല എന്നുള്ള അക്ഷരമുള്ളത്.
വനുദ്ഖിലുഹും ളില്ലൻ ളലീല. ഇത്ര അക്ഷരങ്ങളിൽ ളാഇ എന്നുള്ള അക്ഷരമാണ് ഇവിടെ, അതേപോലെ തന്നെ മറ്റൊരു പദത്തിൻ്റെ തുടക്കത്തിലും. മനസ്സിലായില്ലേ? പിന്നെ മൊത്തത്തിൽ 3 സ്ഥലങ്ങളിൽ ളാ എന്നുള്ള അക്ഷരം നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ മറ്റും ഖുർആനിൻ്റെ മറ്റു പദങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഈ അക്ഷരങ്ങൾ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ നമ്മൾക്ക് അക്ഷരത്തിൻ്റെ പരിചയം ഒന്നുകൂടി അധികരിക്കാൻ അത് കാരണമാകും. അപ്പോൾ നല്ല രീതിയിൽ ആവർത്തിച്ച് പഠിക്കണേ. കൂടുതൽ എഴുതിക്കൊണ്ട് പരിശീലിക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.